प्यारे बच्चों आदाब। പ്രിയപ്പെട്ട കുട്ടികളെ ആപ് കൈസേ ഹൈ? ठीक है ना? എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് കരുതുകയാണ്. पिछले क्लास में हमने चमकता है ताज पढ़ा അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ചമക്താ ഹെ താജ് എന്ന അതിമനോഹരമായ ഒരു പാട്ടുള്ള പാഠം പഠിച്ചു ഇല്ലേ? ആ പാട്ട് വ്യത്യസ്ത രീതികളിൽ നിങ്ങളോട് പാടാൻ പറഞ്ഞിരുന്നു. പലരും പല രീതികളിൽ പാടി അയച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ ജി സുനിയെ. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് പാട്ട്? കേസാ ഹൈ? അച്ഛാ നാ ജി. ഒരു രീതി കൂടി കേട്ടാലോ? സുനിയെ. ये हिंदुस्तान है हमारा वतन सबसे प्यारा वतन. ये हिंदुस्तान है हमारा वतन सबसे प्यारा वतन. मोहब्बत है अपने वतन से हमें, मोहब्बत है अपने चमन से हमें. यहाँ चांदनी में चमकता है ताज, समाने की दिल पर करता है राज. हमें प्यारे अपने ये लोरा से है, हमें प्यारे अपने अजंदा से है, हमें प्यारे अपने ये लोरा से है, हमें प्यारे अपने अजंदा से है. ബച്ചോ എങ്ങനെയുണ്ട്? സൂപ്പറാണല്ലോ, ഈ രീതിയും സൂപ്പറാണ്. ഓക്കെ ബച്ചോയെ, കോൻസാ ഗീത്? ഇതെങ്ങനെയുള്ള പാട്ടാണ്? കൗമി ഗീത് ജി. യെ ക്യാ ഹൈ? കോൻസാ ഗീത്? കൗമി ഗീത്. ചമക്താ ഹെ താജ്. താജ് തിളങ്ങുന്നു അല്ലേ? യ ഹിന്ദുസ്ഥാൻ ഹെ ഹമാരാ വതൻ, ഹമാരാ വതൻ सबसे प्यारा वतन. ये गीत गाने का वक्त हमारे दिल में होशियार होती है അല്ലേ? ഈ പാട്ട് പാടുമ്പോൾ മനസ്സിലൊരു ആവേശം അല്ലേ? രാജ്യസ്നേഹം തുളുമ്പാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള പാട്ടല്ലേ? യ ഹിന്ദുസ്ഥാൻ ഹെ ഹമാരാ വതൻ, ഹിന്ദുസ്ഥാൻ ഹമാരാ വതൻ ഹെ, ഹമാരാ വതൻ സബ്സെ പ്യാരാ വതൻ ഹെ അല്ലേ? ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഇന്ത്യ വളരെ പ്രിയപ്പെട്ട രാജ്യമാണ്. ഈ പാട്ടിൽ ചില സ്മാരകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? നമ്മുടെ ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുന്ന വലിയ വലിയ സ്മാരകങ്ങൾ ഏതാണ്? അതിലൊന്ന് ജി താജ്, താജ്മഹൽ. ताजमहल कहाँ है जी? आगरा में है. ताजमहल आगरा में वाक़ है അല്ലേ? ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയതല്ലേ താജ്മഹൽ? തൻ്റെ പത്നി മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി അല്ലേ ജി. അതുപോലെ മറ്റൊന്ന് ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ചിത്രം, നമ്മുടെ പുസ്തകത്തിൽ ചിത്രം കണ്ടില്ലേ? തസ്വീർ ജി. കുതുബ് മിനാർ, ചഹന. ഓർ പിന്നെ നമ്മുടെ പാട്ടിൽ പരാമർശമുണ്ടല്ലോ അജന്ത, എല്ലോറ. നിങ്ങൾ കേട്ടില്ല? അജന്ത, എല്ലോറ. മഹാരാഷ്ട്രയിലെ അജന്ത
എല്ലോറ കേവ്സ് ഗുഹകൾ അല്ലേ, ചരിത്ര സ്മാരകങ്ങളാണ്. അപ്പോൾ ഈ പാട്ട് മൊത്തത്തിൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ പാരമ്പര്യം, പൈതൃകം, ഇതിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായ പാട്ടാണ്. ഓക്കെ ജി ബച്ചോ, ഇത് ദേശഭക്തി ഗാനമാണ് അല്ലേ. കൗമി ഗീത്, കൗമി ഗീത് ഹെ. ദേശീയ പതാകയുണ്ട് നമുക്ക് അല്ലേ. ക്യാ ഹെ ഉർദു മേ? जी कौमी झंडा है. ദേശീയ പതാക കൗമി झंडा है. ദേശീയ മൃഗമുണ്ട്. क्या है उर्दू में? जी कौमी जानवर है. कौमी जानवर है. അതുപോലെ ദേശീയ കളി അല്ലേ, കൗമി ഖേൽ. കൗമി ഖേൽ है. ദേശീയ പക്ഷി കൗമി പരിന്ത. एक सवाल पूछूं, ഒരു ചോദ്യം ചോദിക്കട്ടെ. हमारे कौमी परिंदा कौन सा है? നമ്മുടെ ദേശീയ പക്ഷി ഏതാണ്? बोलिए बोलिए. जी मोर. कौन सा है? मोर. അങ്ങനെയാണെങ്കിൽ മോർ അഥവാ മയിൽ, അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണാം അല്ലേ. देखिए. बच्चों वीडियो देखा? मोर बहुत खूबसूरत है ले. ये कौन सा परिंदा है? ये मोर है. ये मोर है. മയിലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മയിൽ നല്ല കലാവാസനയുള്ള ആളാണ് അല്ലേ. മോർ നാച്താ ഹേ. മോർ നാച്താ ഹേ അല്ലേ. മോർ ഡാൻസ് ചെയ്യുന്നു. ഓക്കെ. മോർ ഏക് ഖൂബസൂരത് പരിന്ദാ ഹേ. മോർ ഏക് ഖൂബസൂരത് പരിന്ദാ ഹേ. മയിൽ ഒരു ഭംഗിയുള്ള പക്ഷിയാണ്. ക്യാ ഹേ? ഏക് ബാർ ഭി. യേ മോർ ഹേ. ഇത് മയിലാണ്. ജി മോർ നാച്താ ഹേ. മോർ എന്ത് ചെയ്യുന്നു? ഡാൻസ് ചെയ്യുന്നു. മോർ ഏക് ഖൂബസൂരത് പരിന്ദാ ഹേ. മോർ വളരെ ഭംഗിയുള്ള പക്ഷിയാണ്. ഓക്കെ. മോർ കെ സിവ और कौन कौन से परिंदे हैं? മയിലിനെ കൂടാതെ വേറെ ഏതൊക്കെ പക്ഷികളുണ്ട് പറയൂ. बोलिए. जी तथा ले तोता. और बोलिए मुर्गा ले मुर्गा. और मुर्गी. क्या है मुर्गा? जी पूवंगोड़ी. मुर्गी पिड़कोड़ी. और बोलिए പ്രാവ് അല്ലേ, കബൂത്തർ. പിന്നെ ഏതൊക്കെ പക്ഷികളുണ്ട്?
ഇത്രയേ ഉള്ളൂ. ബോലിയേ. ഹാ, കുരുവി. കുരുവി നല്ലൊരു പക്ഷിയാണല്ലേ, കുരുവി. ചിടിയ, ഗോരിയ. കുരുവിക്ക് ചിടിയ ഓർ ഗോരിയ. പിന്നെ ഏതൊക്കെ പക്ഷികളുണ്ട്? ബോലിയേ. കാക്ക അല്ലേ, കൗവ. ഓർ ബോലിയേ. മൈന അല്ലേ, മൈന. ഉറുദുവിലും मैना को महीना बोलते हैं, महीना. ओके बच्चों, हमारी दरसी किताब में चंद परिंदों की तस्वीर हैं. നമ്മുടെ പുസ്തകത്തിലെ ചില പക്ഷികളുടെ ചിത്രങ്ങളുണ്ട്. आप लोग उन तस्वीरों को रंग भरिए. ആ ചിത്രങ്ങൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കളർ കൊടുക്കണം. ഓക്കെ. और उनके नाम तस्वीरों के नीचे लिखिए. ഓരോ പക്ഷിയുടെയും പേര് അതിൻ്റെ താഴെ എഴുതണം. जी बच्चों, परिंदों में आपको पसंदीदा परिंदा कौन सा है? പക്ഷികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട सबसे पसंदीदा परिंदा कौन सा है? बोलिए. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയുടെ പേര് പറയൂ. हाँ, तत्ता, तोता. जी, तोता के बारे में चंद जुमले बोलिए. തത്തയെക്കുറിച്ച് നമുക്ക് ജുംല ഉണ്ടാക്കിയാലോ? ഓക്കെ, സെൻറ്റൻസ് ഉണ്ടാക്കാം. आप लोग तैयार है ना? बोलिए क्या है? जी, ये तोता है. क्या है? ये तोता है. ഇത് തത്തയാണ്. और പിന്നെന്ത് പറയാം? हाँ, तोता खूबसूरत परिंदा है. ले, തോത്ത ഭംഗിയുള്ള പക്ഷിയാണ്. തോത്ത खूबसूरत परिंदा है. और बोलिए, തോത്തയുടെ നിറം എന്താണ്? बोलिए. हाँ, तोता का रंग हरा है, പച്ചയാണ്. और तोता क्या खाता है? बोलिए एक सेंटेंस. हाँ, तोता दाना खाता है. तोता दाना खाता है. ले, തത്ത ധാന്യം കഴിക്കുന്നു. जी बच्चों, बोलिए. ये तोता है. तोता खूबसूरत परिंदा है. तोता का रंग हरा है. तोता दाना खाता है. ऐसा हो तो एक काम बताऊं. ഒരു കാര്യം കൂടി, ഒരു വർക്ക് കൂടി തരട്ടെ. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പക്ഷിയെക്കുറിച്ച് ഏതാനും ജുംലകൾ, ഏതാനും സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതണം. जी, आप लोग तैयार है ना? ओके. आज 2 सरगर्मियाँ है. कितनी? 2 सरगर्मियाँ है. ഇന്ന് 2 വർക്കുകൾ തന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പക്ഷികളുടെ ചിത്രം വളരെ നല്ല രീതിയിൽ കളർ കൊടുക്കണം. അവയുടെ പേര് താഴെ എഴുതണം. അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. പിന്നെയോ, ഇഷ്ടമുള്ള ഒരു പക്ഷിയെക്കുറിച്ച് ഏതാനും സെൻറ്റൻസുകൾ എഴുതിയിട്ട് അതും നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, ശുക്രിയ. ഖുദാ ഹാഫിസ്.